ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് സജ്ന പരീസ് ക്ലാസ് റൂം. സോ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇൻകം ടാക്സിലെ വൺ ഓഫ് ദി ഈസിയസ്റ്റ് ആയിട്ടുള്ള റെസിഡൻസ് ആൻഡ് സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് രണ്ട് സെക്ഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് സെക്ഷൻ 5 സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം ആൻഡ് സെക്കൻഡ് വൺ ഈസ് സെക്ഷൻ 6 റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. സോ ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സെക്ഷൻ 6 ആയിരിക്കും. ഓക്കെ, let's move to section 6 subsection 1 residential status of individual. അപ്പോൾ ഏതൊക്കെയാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് നോക്കാം. നമുക്ക് രണ്ട് ടൈപ്പ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണുള്ളത്, റെസിഡൻറ്റ് ആൻഡ് നോൺ റെസിഡൻറ്റ്. റെസിഡൻറ്റ് ഈസ് ഫർദർ ഡിവൈഡഡ് ഇൻ ടു റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻറ്റ്, പിന്നെ ഏതാണ് റെസിഡൻറ്റ് ആൻഡ് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ്. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആദ്യം നമ്മൾ റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ എന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം. അയാൾ നോൺ റെസിഡൻ്റ് ആണെങ്കിൽ സിമ്പിൾ, അയാളൊരു നോൺ റെസിഡൻ്റ് ആണ്, നമ്മൾ കൂടുതലൊന്നും ഡിറ്റർമൈൻ ചെയ്യേണ്ട. പക്ഷേ അയാളൊരു റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അയാൾ റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻ്റ് ആണോ അതോ റെസിഡൻറ്റ് ആൻഡ് നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആണോ എന്ന് നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ഒരു ഇൻഡിവിജ്വൽ റെസിഡൻ്റ് ആണോ അതോ നോൺ റെസിഡൻ്റ് ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴാണ് ഒരു ഇൻഡിവിജ്വൽ റെസിഡൻറ്റ് അല്ലെങ്കിൽ നോൺ റെസിഡൻ്റ് ആകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇഫ് ഹി സാറ്റിസ്ഫൈ എനി ഓഫ് ദ ബേസിക് കണ്ടീഷൻ ഹി ഈസ് എ റെസിഡൻറ്റ്. ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ അയാളൊരു റെസിഡൻ്റ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അതർവൈസ് ഹീ ഈസ് എ നോൺ റെസിഡൻറ്റ്, അല്ലെങ്കിൽ അയാൾ എന്താണ്, ഒരു നോൺ റെസിഡൻ്റ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ഈ ബേസിക് കണ്ടീഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? രണ്ട് ബേസിക് കണ്ടീഷനാണ് നമുക്കുള്ളത്. ഫസ്റ്റ് വൺ ഈസ് സ്റ്റേ ഇൻ ഇന്ത്യ ഫോർ 182 ഡേയ്സ് ഓർ മോർ ഇൻ പ്രീവിയസ് ഇയർ. നമ്മുടെ പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് ഓർ മോർ ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടാകണം. പ്രീവിയസ് ഇയർ എല്ലാവർക്കും അറിയാലോ, നമ്മുടെ അസസ്മെൻറ്റ് ഇയർ എന്താണ്, 2024-25 ആണ്. നമ്മുടെ പ്രീവിയസ് ഇയർ 2023-24 ആണ്. സോ നമ്മുടെ 23-24 ഈ പറഞ്ഞ വ്യക്തി 182 ഡേയ്സ് ഓർ മോർ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി അയാൾ 182 ഡേയ്സ് സ്റ്റേ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വേറൊരു ബേസിക് കണ്ടീഷൻ ഉണ്ട്, നമുക്ക് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. എന്താണത്? സ്റ്റേ ഇൻ ഇന്ത്യ ഫോർ 60 ഡേയ്സ് ഓർ മോർ ഇൻ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സ് ഓർ മോർ സ്റ്റേ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. ആൻഡ് അത് മാത്രമല്ല 365 ഡേയ്സ് ഓർ മോർ ഇൻ 4 ഇയേഴ്സ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ. നമ്മുടെ കറൻറ്റ് പ്രീവിയസ് ഇയർ ഏതാണ്? 2023-24. ആ പ്രീവിയസ് ഇയറിൻ്റെ മുന്നത്തെ 4 വർഷത്തിൽ മൊത്തത്തിൽ അയാൾ എന്താണ്, 365 ദിവസം ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടാകണം എന്നാണ് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഓക്കെ, സപ്പോസ് ദിസ് ഈസ് മിസ്റ്റർ എ. മിസ്റ്റർ എ 2023-24 ഇന്ത്യയിൽ 200 ദിവസം സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ നോക്കാം. ഫസ്റ്റ് ബേസിക് കണ്ടീഷനിൽ പറയുന്നത് ഇന്ത്യയിൽ പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് ഓർ മോർ സ്റ്റേ ചെയ്യണമെന്നാണ്. ഇവിടെ 182 ഡേയ്സ് ഓർ മോർ സ്റ്റേ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. സോ മിസ്റ്റർ എ എന്താണ്, ഒരു റെസിഡൻ്റ് ആണ്. സിമ്പിൾ. ഓക്കെ, നൗ മിസ്റ്റർ എ 2023-24 180 ഡേയ്സ് മാത്രമേ സ്റ്റേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വീണ്ടും ബേസിക് കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ പറയുന്നത് 182 ഡേയ്സ് ഓർ മോർ പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടാവണം. ഇവിടെ മിസ്റ്റർ എ 182 ഡേയ്സ് ഓർ മോർ സ്റ്റേ ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ ഫസ്റ്റ് ബേസിക് കണ്ടീഷന് സാറ്റിസ്ഫൈ ആവുന്നില്ല. സോ നമുക്ക് സെക്കൻഡ് ബേസിക് കണ്ടീഷൻ നോക്കാം. അതിൽ പറയുന്നത് പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സ് ഓർ മോർ ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇവിടെ 60 ഡേയ്സ് ഓർ മോർ സ്റ്റേ ചെയ്തിട്ടുണ്ടോ? യെസ്, സ്റ്റേ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് മാത്രമാണോ സെക്കൻഡ് ബേസിക് കണ്ടീഷൻ? അല്ല, വേറൊരു കാര്യം കൂടി ഉണ്ട്. അതിലൊരു സെക്കൻഡ് പാർട്ട് പറയുന്നത് എന്താണ്? 365 ഡേയ്സ് ഓർ മോർ ഇൻ 4 ഇയേഴ്സ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ. റെലവൻറ്റ് പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ 2023-24 ആണ് ഇവിടെ. ഓക്കെ, ഇതിൻ്റെ മുന്നത്തെ 4 വർഷത്തിൽ എന്ത് വേണം? 365 ദിവസം മിസ്റ്റർ എ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ 2022-23 മിസ്റ്റർ എ ഇന്ത്യയിലില്ല എന്ന് കരുതാം. ഓക്കെ, 21-22 ഒരു 269 ഡേയ്സ് ഇന്ത്യയിലുണ്ട്. ദെൻ 2021 മിസ്റ്റർ എ ഇന്ത്യയിലില്ല. 2019-20 ഒരു 252 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ട്. സോ ഇത് രണ്ടും നമുക്കൊന്ന് ആഡ് ചെയ്യാം. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 521 ഡേയ്സ്. സോ ഇത് 365 കൂടുതലുണ്ടോ? ഉണ്ട്. സോ നമ്മുടെ സെക്കൻഡ് പാർട്ടും സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ 60 ദിവസത്തിൽ കൂടുതൽ
പ്രീവിയസ് ഇയറിൽ സ്റ്റേ ചെയ്തിട്ടുമുണ്ട്, അതിൻ്റെ മുന്നത്തെ 4 വർഷത്തിൽ മോർ ദാൻ 365 ഡേയ്സും സ്റ്റേ ചെയ്തിട്ടുണ്ട്. സോ മിസ്റ്റർ എ എന്താണ്? ഒരു റെസിഡൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചു ബേസിക് കണ്ടീഷൻ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ ഒരു ഇൻഡിവിജ്വൽ റെസിഡൻ്റ് ആകും, അല്ലെങ്കിൽ നോൺ റെസിഡൻ്റ് ആകും. പക്ഷേ ചില കേസിൽ നമ്മൾ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ മാത്രമേ നോക്കാൻ പാടുള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് ആ കേസ്? An Indian citizen who leaves India during the relevant previous year as a member of the crew of an Indian ship or for purposes of employment outside India. ഇന്ത്യക്ക് പുറത്ത് എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇന്ത്യൻ ഷിപ്പിലെ ഒരു ക്രൂ മെമ്പർ ആയിട്ടോ റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ ഒരു ഇന്ത്യൻ സിറ്റിസൺ ഇന്ത്യ ലീവ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ an Indian citizen or person of Indian origin who being outside India comes on a visit to India during the relevant previous year. relevant previous yearൽ ഇന്ത്യക്ക് പുറത്തുള്ള ഒരു ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഇന്ത്യയിലേക്ക് ഒരു വിസിറ്റിന് വരികയാണ്. അങ്ങനെ ഉള്ള ഈ 2 കേസിൽ നമുക്ക് ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ മാത്രമേ നോക്കേണ്ടതുള്ളൂ. സോ ഫോർ എക്സാമ്പിൾ, ഒരു ഇന്ത്യൻ സിറ്റിസൺ എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഇന്ത്യക്ക് പുറത്തു പോയി. അയാൾ റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിലൊരു 180 days ആണ് സ്റ്റേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ നോക്കുക. ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ പ്രകാരം ഇയാളൊരു റെസിഡൻ്റ് ആണ്. ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ എന്താ പറയണത്? 182 days ഓർ മോർ. ഇവിടെ 180 days സ്റ്റേ ചെയ്തിട്ടുള്ളൂ, അപ്പോൾ അയാളൊരു റെസിഡൻ്റ് അല്ല. നമ്മൾ സെക്കൻഡ് ബേസിക് കണ്ടീഷൻ നോക്കണ്ട എന്നാണ് പറയുന്നത്. ഈ 2 കേസിലും നമ്മൾ സെക്കൻഡ് ബേസിക് കണ്ടീഷൻ നോക്കരുത്. Now let's move on to section 6, subsection 6. When does an individual become resident and ordinarily resident? So first of all basic conditions check ചെയ്തിട്ട് ഒരു ഇൻഡിവിജ്വൽ റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യണം. അയാളൊരു റെസിഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അയാളൊരു ROR അഥവാ റെസിഡൻ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻറ്റ്, അല്ലെങ്കിൽ RNOR, ദാറ്റ് ഈസ് റെസിഡൻറ്റ് ആൻഡ് നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആണോ എന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം. അതെങ്ങനെയാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുക? If he satisfies both of the additional condition, he is a ROR. Okay, അഡീഷണൽ കണ്ടീഷൻസ് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അയാളൊരു റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് ആണ്. അതർവൈസ് ഹീ ഈസ് എ RNOR, ദാറ്റ് ഈസ് റെസിഡൻറ്റ് ആൻഡ് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. അല്ല, ഈ അഡീഷണൽ കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്തില്ല, അങ്ങനെയാണെങ്കിൽ കൂടി അയാൾ എന്താണ്? റെസിഡൻറ്റ് ആൻഡ് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആകും. അപ്പോൾ എന്തൊക്കെയാണ് ഈ അഡീഷണൽ കണ്ടീഷൻസ് എന്ന് നമുക്ക് നോക്കാം. First one, he must be resident in any 2 years out of 10 years immediately preceding the relevant previous year. ഓക്കെ, നമ്മുടെ റെലവൻറ്റ് പ്രീവിയസ് ഇയർ ഞാൻ പറഞ്ഞു, നമ്മൾ 2023-24 ആണ് നമ്മുടെ റെലവൻറ്റ് പ്രീവിയസ് ഇയർ. റെലവൻറ്റ് പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നത്തെ 10 വർഷത്തിൽ ഏതെങ്കിലും 2 വർഷം അയാളൊരു റെസിഡൻ്റ് ആയിരിക്കണം. അടുത്തത് എന്താണ്? ഹി ഹാസ് സ്റ്റേഡ് ഇൻ ഇന്ത്യ ഫോർ 730 days ഓർ മോർ ഔട്ട് ഓഫ് 7 years ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ. നമ്മുടെ റെലവൻറ്റ് പ്രീവിയസ് ഇയർ അഥവാ 2023-24 തൊട്ട് മുന്നത്തെ 7 വർഷത്തിൽ അയാൾ 730 days ഓർ മോർ ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, 2023-24 ആണ് നമ്മുടെ റെലവൻറ്റ് പ്രീവിയസ് ഇയർ. നമ്മുടെ ഫസ്റ്റ് അഡീഷണൽ കണ്ടീഷൻ പറയുന്നത് എന്താണ്? ഈ റെലവൻറ്റ് പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നത്തെ 10 വർഷം, ഇതാണ് 10 വർഷം. ഓക്കെ, ഈ 10 വർഷത്തിൽ ഏതെങ്കിലും 2 വർഷം അയാളൊരു റെസിഡൻ്റ് ആയിരിക്കണം. ഓക്കെ, സപ്പോസ് ഇൻ 2020-21 അയാളൊരു 200 days ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ നോക്കാം. അതിൽ പറയുന്നത് എന്താണ്? 182 days ഓർ മോർ പ്രീവിയസ് ഇയറിൽ സ്റ്റേ ചെയ്യണം. 182 days ഓർ മോർ ഇല്ലേ? സോ 2020-21 അയാളൊരു റെസിഡൻ്റ് ആണ്. സപ്പോസ് ഇൻ 2018-19 അയാളൊരു 72 days ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട്. നമ്മൾ വീണ്ടും ബേസിക് കണ്ടീഷൻ നോക്കാം. 182 days ഓർ മോർ സ്റ്റേ ചെയ്തിട്ടുണ്ടോ? ഇല്ല. സോ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നില്ല. ദെൻ സെക്കൻഡ് ബേസിക് കണ്ടീഷൻ നോക്കാം. 60 days ഓർ മോർ ഇൻ പ്രീവിയസ് ഇയർ. 60 days ഓർ മോർ ഇല്ലേ? ഉണ്ട്. ദെൻ അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്താണ്? അതിൻ്റെ തൊട്ട് മുന്നത്തെ 4 വർഷത്തിൽ 365 days ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. തൊട്ട് മുന്നത്തെ 4 വർഷം എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ ഒരു 400 days അയാൾ ഇന്ത്യയിൽ ഉണ്ട് എന്ന് കരുതാം. ദെൻ ഇൻ 2018-19 അയാൾ എന്താണ്? ഒരു റെസിഡൻ്റ് ആണ്. സോ നമ്മൾ ഫസ്റ്റ് അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. സെക്കൻഡ് അഡീഷണൽ കണ്ടീഷൻ എന്താണ് പറയുന്നത്? റെലവൻറ്റ് പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നത്തെ 7 വർഷത്തിൽ 730 days ഓർ മോർ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് 7 years എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5, 6, 7
ഈ 7 വർഷത്തിൽ 730 ഡേയ്സ് ഓർ മോർ ഇന്ത്യയിൽ ഉണ്ടാവണം. സപ്പോസ് ഒരു 800 ഡേയ്സ് അയാൾ ഇന്ത്യയിലുണ്ട്. ദെൻ നമ്മൾ ഫസ്റ്റ് അഡീഷണൽ കണ്ടീഷൻ പ്രകാരം 2 ഇയേഴ്സിൽ നമ്മൾ റെസിഡൻ്റ് ആണ്. ദെൻ 7 വർഷത്തിൽ നമ്മൾ 800 ഡേയ്സ് സ്റ്റേ ചെയ്തിട്ടുണ്ട്. ദെൻ ഹീ ഈസ് എ റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻറ്റ്. ഓക്കെ, 2 അഡീഷണൽ കണ്ടീഷനും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു. സപ്പോസ് ഒരു 800 ഡേയ്സ് അയാൾ സ്റ്റേ ചെയ്തിട്ടില്ല, പകരം 600 ഡേയ്സ് ആണ് സ്റ്റേ ചെയ്തത്. നമ്മുടെ സെക്കൻഡ് അഡീഷണൽ കണ്ടീഷൻ പ്രകാരം 730 ഡേയ്സ് ഓർ മോർ ഇന്ത്യയിൽ ഉണ്ടാകണം അല്ലേ? ഇവിടെ 730 ഡേയ്സ് ഓർ മോർ ഉണ്ടോ? ഇല്ല. അപ്പോൾ സെക്കൻഡ് അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയില്ല. ഒരു അഡീഷണൽ കണ്ടീഷൻ മാത്രമേ സാറ്റിസ്ഫൈ ആയിട്ടുള്ളൂ. ദെൻ എന്താണ്? റെസിഡൻറ്റ് ആൻഡ് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. സപ്പോസ് അയാൾ ഈ 2 ഇയേഴ്സിൽ റെസിഡൻ്റ് അല്ല എന്ന് കരുതുക, നോൺ റെസിഡൻ്റ് ആണ്. ഓക്കെ, ദെൻ ഹീ ഈസ് എ റെസിഡൻറ്റ് ആൻഡ് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. ഈ 2 അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയില്ല എന്നുണ്ടെങ്കിലും അയാൾ ഒരു റെസിഡൻറ്റ് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ്. ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താലും റെസിഡൻറ്റ് ആൻഡ് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ്. 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ എന്താണ്? റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് ആണ്. കുറച്ച് മുന്നേ നമ്മൾ എക്സെപ്ഷൻസ് പഠിച്ചിരുന്നു. എന്തായിരുന്നു അത്? ഈ 2 കേസിൽ നമുക്ക് ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി. ദാറ്റ് ഈസ് 182 ഡേയ്സ് ഓർ മോർ ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. സെക്കൻഡ് ബേസിക് കണ്ടീഷൻ നോക്കണ്ട. പക്ഷേ ഈ ഒരു സെക്കൻഡ് പോയിന്റിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണ് ആ ട്വിസ്റ്റ്? അയാളുടെ ടോട്ടൽ ഇൻകം എക്സ്ക്ലൂഡിങ് ഫോറിൻ സോഴ്സ് ഇൻകം 15 lakhൽ എക്സീഡ് ചെയ്യാണ് പ്രീവിയസ് ഇയറിൽ. അങ്ങനെയെങ്കിൽ എന്താ ചെയ്യുക? ഇഫ് ഹീ സാറ്റിസ്ഫൈ എനി ഓഫ് ദ ബേസിക് കണ്ടീഷൻ ഹീ ഈസ് എ റെസിഡൻറ്റ്. ബേസിക് കണ്ടീഷൻസിലെ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ അയാൾ റെസിഡൻ്റ് ആണ്. എക്സെപ്ഷൻ പ്രകാരം അയാൾ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി എന്നാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ അയാളുടെ ടോട്ടൽ ഇൻകം 15 lakh എക്സീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 ബേസിക് കണ്ടീഷനും നോക്കണം. ഓക്കെ, അതർവൈസ് ഹീ ഈസ് എ നോൺ റെസിഡൻറ്റ്. പക്ഷേ ഈ ബേസിക് കണ്ടീഷനിലും ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ട്. സിമ്പിൾ ചേഞ്ച് ആണ്. ബേസിക് കണ്ടീഷൻ എന്താണ്? ഫസ്റ്റത്തെ ബേസിക് കണ്ടീഷൻ നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെ, സ്റ്റേ ഇൻ ഇന്ത്യ ഫോർ 182 ഡേയ്സ് ഓർ മോർ ഇൻ പ്രീവിയസ് ഇയർ. ഓക്കെ, സെക്കൻഡ് എന്താണ്? ഇതാണ് ചേഞ്ച് ഉള്ളത്. സ്റ്റേ ഇൻ ഇന്ത്യ ഫോർ 120 ഡേയ്സ് ഓർ മോർ ഇൻ പ്രീവിയസ് ഇയർ. 120 ദിവസം ഇന്ത്യയിൽ പ്രീവിയസ് ഇയറിൽ സ്റ്റേ ചെയ്യണം. നമ്മൾ ആദ്യം പഠിച്ച ബേസിക് കണ്ടീഷനിൽ എന്തായിരുന്നു? 60 ഡേയ്സ് ഓർ മോർ എന്നായിരുന്നു. പക്ഷേ ഇവിടെ 120 ഡേയ്സ് ഓർ മോർ എന്നാണ്. ആൻഡ് അത് മാത്രം പോരാ, 365 ഡേയ്സ് ഓർ മോർ ഇൻ 4 ഇയേഴ്സ് ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിങ് ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ. റെലവൻറ്റ് പ്രീവിയസ് ഇയറിനെ പ്രൊസീഡ് ചെയ്യുന്ന 4 വർഷത്തിൽ 365 ദിവസം അല്ലെങ്കിൽ അതിൽ കൂടുതൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരിക്കണം. എത്രയേ ഉള്ളൂ. ഓക്കെ, if he satisfies first basic condition, then check 2 additional condition for ROR or RNOR. എന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് ബേസിക് കണ്ടീഷനാണ് ഇയാൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അഡീഷണൽ കണ്ടീഷൻസ് നമ്മളിപ്പോൾ പഠിച്ചല്ലോ, അതും കൂടിയും ചെക്ക് ചെയ്യുക. എന്നിട്ട് റെസിഡൻറ്റ് ഓർഡിനറി റെസിഡൻ്റ് ആണോ അതോ റെസിഡൻറ്റ് ആൻഡ് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുക. If he satisfies second basic condition only, then he is resident and not ordinarily resident. ഇയാൾ ഒരു സെക്കൻഡ് ബേസിക് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളത് എങ്കിൽ നമ്മൾ പിന്നെ അഡീഷണൽ കണ്ടീഷൻ നോക്കൊന്നും വേണ്ട. അയാൾ എന്തായിരിക്കും? റെസിഡൻറ്റ് ആൻഡ് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആയിരിക്കും. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു സെക്ഷൻ 6 സബ്സെക്ഷൻ 1 ഡീംഡ് റെസിഡൻറ്റ്. ആരാണ് ഡീംഡ് റെസിഡൻറ്റ്? ആൻ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഹാവിംഗ് ടോട്ടൽ ഇൻകം അതർ ദാൻ ഫോറിൻ സോഴ്സ് എക്സീഡ് 15 lakh ഡ്യൂറിംഗ് ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ. റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ ഫോറിൻ സോഴ്സ് ഒഴികെയുള്ള ടോട്ടൽ ഇൻകം 15 lakh എക്സീഡ് ആവണം. ഹീ ഈസ് നോട്ട് ലാബിൾ ടു ടാക്സ് ഇൻ എനി അതർ കൺട്രി ഓർ ടെറിട്ടറി. മറ്റൊരു കൺട്രിയിൽ അല്ലെങ്കിൽ ടെറിട്ടറിയിൽ ഇയാൾ ടാക്സ് അടക്കുന്നില്ല, ടാക്സ് അടക്കാൻ ലാബിൾ അല്ല. Then he is a resident and not ordinarily resident. Okay, this provision will not apply if an individual is a resident under section 6 subsection 1. Simply നമ്മൾ ബേസിക് കണ്ടീഷൻ അഡീഷണൽ കണ്ടീഷൻ ഒക്കെ നോക്കുമ്പോൾ ഈ ഒരു ഇന്ത്യൻ സിറ്റിസൺ റെസിഡൻ്റ് അല്ല. പക്ഷേ ഇയാളുടെ ടോട്ടൽ ഇൻകം അതർ ദാൻ ഫോറിൻ സോഴ്സ് എന്താണ്? 15 lakh എക്സീഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇയാൾ മറ്റൊരു രാജ്യത്ത് അല്ലെങ്കിൽ മറ്റൊരു ടെറിട്ടറിയിൽ ടാക്സ് അടക്കുന്നില്ല അല്ലെങ്കിൽ ടാക്സ് അടക്കാൻ ലാബിൾ അല്ല, എവിടെയും ടാക്സ് അടക്കുന്നില്ല. Then he will be deemed as a resident and he will be a resident and not ordinarily resident. Now let's move on to section 6 subsection 2 residential status of HUF. ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുക എന്ന് നമ്മൾ പഠിച്ചു. അതായിരുന്നു ഈ ചാപ്റ്ററിൽ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് എന്ന് പറയാനുള്ളത്. ഇനിയുള്ളതൊക്കെ ക്വൈറ്റ് സിമ്പിളാണ്. HUFൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഹോളി ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യ ആണെങ്കിൽ HUF എന്താണ്? ഒരു റെസിഡൻ്റ് ആണ്. അല്ല, ഹോളി ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ HUF എന്താണ്? നോൺ റെസിഡൻ്റ് ആണ്. ദെൻ
When does HUF become a resident and ordinary resident? If Karta satisfies both of the additional condition given under section 6 subsection 6, HUF is a resident and ordinary resident. കർത്ത ആരാണെന്ന് അറിയാമല്ലോ. ഈ കർത്ത അഡീഷണൽ കണ്ടീഷൻസ് രണ്ടും സാറ്റിസ്ഫൈ ചെയ്താൽ HUF എന്തായിരിക്കും? റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് ആയിരിക്കും. അതർവൈസ് HUF ഈസ് എ റെസിഡൻറ്റ് ആൻഡ് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. ഓക്കെ. Now, section 6 subsection 3, residential status of a company. കമ്പനിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. എ കമ്പനി വുഡ് ബി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഇൻ എനി പ്രീവിയസ് ഇയർ ഇഫ്. എപ്പോഴാണ് കമ്പനി ഒരു റെസിഡൻ്റ് ആകുന്നത്? ഇറ്റ് ഈസ് ആൻ ഇന്ത്യൻ കമ്പനി. പ്രീവിയസ് ഇയറിൽ എന്താണ്? അതൊരു ഇന്ത്യൻ കമ്പനിയാണ്. ഇറ്റ്സ് പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഇൻ ദാറ്റ് ഇയർ ഈസ് ഇൻ ഇന്ത്യ. പ്രീവിയസ് ഇയറിൽ അതിൻ്റെ പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഇന്ത്യയിലാണ്. ഒന്നെങ്കിൽ ഇന്ത്യൻ കമ്പനി ആയിരിക്കണം, അല്ലെങ്കിൽ പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഇന്ത്യയിലായിരിക്കണം. എന്താണ് പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ്? പ്ലേസ് വെർ കീ മാനേജ്മെൻറ്റ് ആൻഡ് കൊമേഴ്ഷ്യൽ ഡിസിഷൻസ് ദാറ്റ് ആർ നെസസറി ഫോർ ദ കണ്ടക്ട് ഓഫ് ദ ബിസിനസ് ഓഫ് ആൻ എൻറ്റിറ്റി ആസ് എ ഹോൾ ആർ ഇൻ സബ്സ്റ്റൻസ് മെയ്ഡ്. ഒരു എൻറ്റിറ്റിയുടെ മൊത്തത്തിലുള്ള ബിസിനസ്സിൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കീ മാനേജ്മെൻറ്റ് ആൻഡ് കൊമേഴ്ഷ്യൽ ഡിസിഷൻസ് എടുക്കുന്ന പ്ലേസ് ആണ് പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ്. ഓക്കെ. Section 6 subsection 4, residential status of AOP, BOI and firm. Okay. ഇത് HUFനെ പോലെ തന്നെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഹോളി ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യ ആണെങ്കിൽ റെസിഡൻ്റ് ആണ്. ഹോളി ഔട്ട്സൈഡ് ഇന്ത്യ, മൊത്തത്തിൽ ഇന്ത്യക്ക് പുറത്താണെങ്കിൽ എന്താകും? നോൺ റെസിഡൻ്റ് ആണ്. അത്രയേ ഉള്ളൂ. ദെൻ എനി അതർ പേഴ്സൺ, മറ്റേതെങ്കിലും ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ സെയിം കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഹോളി ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യ ആണെങ്കിൽ റെസിഡൻ്റ് ആണ്. ഹോളി ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ നോൺ റെസിഡൻ്റ് ആണ്. ഇനി നമുക്ക് പ്രോബ്ലംസ് ആണ് മെയിനായിട്ട് ചെയ്യാനുള്ളത്. അതിന് മുന്നേ 1-2 കാര്യങ്ങളൊന്നും നമുക്ക് നോക്കാം. ആരാണ് പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ? He or either of his parents or grandparents was born in undivided India. ഒന്നെങ്കിൽ ആ വ്യക്തി അല്ലെങ്കിൽ അയാളുടെ പാരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് അൺഡിവൈഡഡ് ഇന്ത്യയിലാണ് ജനിച്ചിട്ടുള്ളത് എങ്കിൽ അയാൾ എന്താണ്? പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആണ്. ഓക്കെ. ദെൻ ഫോർ കൗണ്ടിങ് പീരിയഡ് ഓഫ് സ്റ്റേ ബോത്ത് ഡേറ്റ് ഓഫ് ഡിപ്പാർച്ചർ ആൻഡ് അറൈവൽ ആർ കൺസിഡേർഡ് ടു ബി ഇൻ ഇന്ത്യ. ഇനി പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് പീരിയഡ് ഓഫ് സ്റ്റേ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടാകും. ആ ടൈമിൽ ഇന്ത്യയിലേക്ക് അറൈവ് ചെയ്യുന്ന ദിവസവും അതുപോലെ തന്നെ ഡിപ്പാർട്ട് ചെയ്യുന്ന ഡേറ്റും നമ്മൾ എന്താണ്? ഇന്ത്യയിലായിട്ടാണ് കണക്കാക്കേണ്ടത്. ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് പീരിയഡ് ഓഫ് സ്റ്റേ ഷുഡ് ബി കണ്ടിന്യൂസ്. പീരിയഡ് ഓഫ് സ്റ്റേ അടുപ്പിച്ചിട്ടായിരിക്കണം, അങ്ങനെയൊന്നും നിർബന്ധമല്ല. ഓക്കെ. എങ്ങനെയായാലും കുഴപ്പമില്ല. ദെൻ കണ്ടിന്യൂസ് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ്. If an Indian citizen is a crew member of ship, then date entered in CDC for joining the ship and date entered in CDC signing off from the ship is considered being outside India. ഇപ്പോൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ ഒരു ഷിപ്പിലെ ക്രൂ മെമ്പർ ആണെങ്കിൽ അയാൾ ഈ കണ്ടിന്യൂസ് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് അഥവാ CDCയിൽ ഷിപ്പിൽ ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്യുന്ന ഡേറ്റും അതുപോലെ തന്നെ ഷിപ്പിൽ നിന്ന് സൈൻ ഓഫ് ചെയ്തു എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്യുന്ന ഡേറ്റും ഇന്ത്യക്ക് പുറത്തായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഓക്കെ. നമുക്ക് ഇല്ലുസ്ട്രേഷൻ 1 ഒന്ന് ചെയ്തു നോക്കാം. മിസ്റ്റർ ആനന്ദ് ഈസ് ആൻ ഇന്ത്യൻ സിറ്റിസൺ ആൻഡ് എ മെമ്പർ ഓഫ് ദ ക്രൂ ഓഫ് സിംഗപ്പൂർ ബൗണ്ട് ഇന്ത്യൻ ഷിപ്പ്. ഓക്കെ. ഒരു ഇന്ത്യൻ ഷിപ്പിലെ ക്രൂ മെമ്പറാണ്. engaged in carriage of passengers in international traffic departing from Chennai port on 6th June 2023. 6th June 2023 depart ചെയ്യും. Okay. From the following details for the previous year 2023-24, determine the residential status of Mr. Anand for assessment year 2024-25. Okay. Assuming that his stay in India in the last 4 years preceding the previous year 2023-24 is 400 days. നമ്മുടെ പ്രീവിയസ് ഇയർ 2023-24 തൊട്ട് മുന്നത്തെ 4 വർഷത്തിൽ അയാൾ 400 ഡേയ്സ് ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് കുറച്ച് പർട്ടിക്കുലേഴ്സ് വന്നിട്ടുണ്ട്. CDCയിൽ ഷിപ്പ് ജോയിൻ ചെയ്യുന്ന ഡേറ്റ് 6th June 2023 ആണ്. അതേപോലെ സൈൻ ഓഫ് ചെയ്യുന്ന ഡേറ്റ് 9th December ആണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം ഇതാണ്. ഈ ഒരു ഭാഗം കാണുമ്പോൾ നമ്മൾ ചാടിക്കയറി സെക്കൻഡ് ബേസിക് കണ്ടീഷൻ നോക്കും. അത് തെറ്റാണ്. ബിക്കോസ് നമ്മൾ എക്സെപ്ഷനിൽ പഠിച്ചിട്ടുണ്ട് ഈ 2 കേസിലും നമ്മൾ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ മാത്രമേ നോക്കാൻ പാടുള്ളൂ എന്ന്. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ആനന്ദ് 182 ഡേയ്സ് ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഓക്കെ. സോ പീരിയഡ് ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് പറയുന്നത് 6th June 2023 മുതൽ 9th December 2023 വരെയാണ്. നമ്മൾ പഠിച്ചു CDCയിൽ എൻ്റർ ചെയ്യുന്ന ഡേറ്റ് അഥവാ ഷിപ്പിൽ ജോയിൻ ചെയ്തു അതുപോലെ തന്നെ ഷിപ്പിൽ നിന്ന് സൈൻ ഓഫ് ചെയ്തു എന്ന് പറയുന്ന ഡേറ്റ് പീരിയഡ് ഔട്ട്സൈഡ് ഇന്ത്യ ആണ്. സോ 6th June 9th December പീരിയഡ് ഔട്ട്സൈഡ് ഇന്ത്യ ആണ്. അങ്ങനെയാണെങ്കിൽ ജൂണിൽ നമ്മൾ 25 ഡേയ്സ് ആണ് സ്റ്റേ ചെയ്തിട്ടുള്ളത്. ദെൻ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആൻഡ് ഇൻ ഡിസംബർ 9 days.
സോ ടോട്ടലി 187 ഡേയ്സ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ട്. ദെൻ പീരിയഡ് ഓഫ് സ്റ്റേ ഇൻ ഇന്ത്യയിൽ എത്ര ദിവസം സ്റ്റേ ചെയ്തിട്ടുണ്ട്? ഒരു വർഷത്തിൽ 366 ഡേയ്സ് ആണ് ഉള്ളത്. എന്താണ്, അതൊരു ലീപ്പ് ഇയർ ആണ്, അതുകൊണ്ടാണ്. ദെൻ മൈനസ് 187 ഡേയ്സ് അഥവാ പീരിയഡ് ഓഫ് സ്റ്റേ ഔട്ട്സൈഡ് ഇന്ത്യ. ദെൻ നമുക്ക് കിട്ടുന്നത് 179 ഡേയ്സ് ആണ്. ഓക്കെ, 179 ഡേയ്സ് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 182 ഡേയ്സ് ആണ്. സോ അതെന്താ, നമ്മൾ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സെക്കൻഡ് ബേസിക് കണ്ടീഷൻ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇതൊരു എക്സെപ്ഷൻ കേസാണ്, നമ്മൾ പഠിച്ചിരുന്നു. ദെൻ അത് പറയുന്നത് എന്താണ്? സിൻസ് ഹിസ് പീരിയഡ് ഓഫ് സ്റ്റേ ഇൻ ഇന്ത്യ ഇസ് ലെസ് ദാൻ 182 ഡേയ്സ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ 2023-24 he is a non-resident. Now let's move on to illustration 2. Brett Lee, an Australian cricket player, visits India for 100 days in every financial year. This has been his practice for the past 10 financial year. Find out his residential status for the assessment year 2024-25. എന്താണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്? ബ്രെറ്റ് ലീ എന്നൊരു ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് പ്ലെയർ കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു 100 ഡേയ്സിൻ്റെ ഒരു വിസിറ്റിന് എല്ലാ വർഷവും ഇന്ത്യയിലേക്ക് വരാറുണ്ട്. അങ്ങനെയെങ്കിൽ അസസ്മെൻറ്റ് ഇയർ 2024-25 അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ നോക്കണം. ബേസിക് കണ്ടീഷനിൽ പറയുന്നത് നമ്മുടെ റെലവൻറ്റ് പ്രീവിയസ് ഇയർ ആയിട്ടുള്ള 2023-24 ബ്രെറ്റ് ലീ 182 ഡേയ്സ് ഓർ മോർ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓർ 60 ഡേയ്സ് ഓർ മോർ സ്റ്റേ ചെയ്യണം. അത് മാത്രമല്ല, ഇതിന് മുന്നത്തെ 4 വർഷത്തിൽ 365 ഡേയ്സ് ഓർ മോർ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ നമ്മുടെ റെലവൻറ്റ് പ്രീവിയസ് ഇയർ 2023-24 ബ്രെറ്റ് ലീ എത്ര ദിവസം സ്റ്റേ ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഒരു 100 ഡേയ്സിൻ്റെ വിസിറ്റിനാണ് ബ്രെറ്റ് ലീ വരുന്നത് എന്ന്. സോ 100 ഡേയ്സ് ആണ് നമ്മുടെ പീരിയഡ് ഓഫ് സ്റ്റേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകുന്നുണ്ടോ? ഇല്ല. സോ നമ്മൾ സെക്കൻഡ് ബേസിക് കണ്ടീഷനാണ് ഇനി നോക്കേണ്ടത്. നമ്മുടെ പ്രീവിയസ് ഇയർ 2023-24 നമ്മൾ എത്ര സ്റ്റേ ചെയ്തിട്ടുണ്ട്? 100 ഡേയ്സ് സ്റ്റേ ചെയ്തിട്ടുണ്ട്. സോ സെക്കൻഡ് ബേസിക് കണ്ടീഷൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു. ദെൻ അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് 2022-23 100 ഡേയ്സ് ആണ്. ആ 4 വർഷങ്ങളിലും 100 ഡേയ്സ് ആണ്. ഓക്കെ, ആൻഡ് ടോട്ടലി വരുന്നത് 400 ഡേയ്സ് സ്റ്റേ ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള 365 ഡേയ്സ് ഓർ മോർ ഇൻ 4 ഇയേഴ്സ് ഇമ്മീഡിയറ്റ്ലി പ്രിസൈഡിങ് ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ എന്ന ഭാഗവും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു. ദെൻ ബ്രെറ്റ് ലീ എന്താണ്? ഒരു റെസിഡൻ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ബ്രെറ്റ് ലീ ഒരു റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് ആണോ അതോ റെസിഡൻറ്റ് ആൻഡ് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ എന്നാണ് നോക്കേണ്ടത്. അതിന് നമ്മൾ അഡീഷണൽ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഞാനിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് അഡീഷണൽ കണ്ടീഷനായിട്ടുള്ള റെലവൻറ്റ് പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നത്തെ 7 വർഷത്തിൽ എന്താവണം? 730 ഡേയ്സ് ഓർ മോർ ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു 7 വർഷത്തിൽ എത്ര സ്റ്റേ ചെയ്തിട്ടുണ്ട് ബ്രെറ്റ് ലീ? 100 ഡേയ്സ് പെർ ഇയർ ബ്രെറ്റ് ലീ സ്റ്റേ ചെയ്തിട്ടുണ്ട്. സോ ടോട്ടലി 700 ഡേയ്സ് മിസ്റ്റർ ബ്രെറ്റ് ലീ സ്റ്റേ ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയോ? ഇല്ല. അപ്പോൾ നമ്മളിനി അടുത്ത അഡീഷണൽ കണ്ടീഷൻ ചെക്ക് ചെയ്യണോ? വേണ്ട. കാരണം ഏതെങ്കിലും ഒരു അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയില്ല എന്നുണ്ടെങ്കിൽ അയാളൊരു റെസിഡൻറ്റ് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ്. 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ആയാൽ എന്താണ്? റെസിഡൻറ്റ് ഓർഡിനറി റെസിഡൻ്റ് ആണ്. ഇൻ കേസ് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത കണ്ടീഷനും കൂടി നോക്കണം. ഇവിടെ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയിട്ടില്ല. സോ നമ്മൾ നോക്കണ്ട, നേരെ നമുക്ക് റെസിഡൻറ്റ് ആൻഡ് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് എന്ന് ആൻസർ എഴുതാം. ഓക്കെ, now let's move on to the B part of the question. Would your answer change if the above facts relate to Srinath, an Indian citizen who resides in Australia and represents the Australian cricket team? നോക്കാം. നമ്മൾ എക്സെപ്ഷൻ പഠിച്ചിരുന്നു. ഇന്ത്യക്ക് പുറത്തുള്ള ഒരു ഇന്ത്യൻ സിറ്റിസനോ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിനോ റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ വന്നാൽ നമ്മൾ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ എന്താണ്? 182 ഡേയ്സ് ഓർ മോർ ഇന്ത്യയിൽ ഉണ്ടാകണം അല്ലേ? നമ്മുടെ റെലവൻറ്റ് പ്രീവിയസ് ഇയർ ഏതാണ്? 2023-24. ആ വർഷത്തിൽ ശ്രീനാഥ് 100 ഡേയ്സ് ആണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ദെൻ നമ്മുടെ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തോ? ഇല്ല. സോ ശ്രീനാഥ് എന്താണ്? നോൺ റെസിഡൻ്റ് ആണ്. നമ്മൾ സെക്കൻഡ് ബേസിക് കണ്ടീഷൻ നോക്കേണ്ട ആവശ്യം ഇല്ല ഈ ഒരു കേസിൽ. ഓക്കെ, now let's move on to the last part of the question. What would be your answer if Srinath had visited India for 120 days instead of 100 days every year including previous year 2023-24?
100 ദിവസത്തിന് പകരം 120 ദിവസമാണ് ശ്രീനാഥ് വിസിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യ എങ്കിൽ നമ്മുടെ ആൻസറിൽ വല്ല ചേഞ്ച് ഉണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ആൻസർ നോക്കാം. ടോട്ടൽ ഇൻകം അതർ ദാൻ ഫോറിൻ സോഴ്സ് അപ് ടു 15 lakh. ഫോറിൻ സോഴ്സ് അല്ലാത്ത മറ്റുള്ള ടോട്ടൽ ഇൻകം 15 lakh വരെ ഉള്ളൂ എങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി. ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ എന്താണ്? 2023-24 നമ്മുടെ റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് ഓർ മോർ ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിരിക്കണം. ഇവിടെ എത്ര ദിവസം സ്റ്റേ ചെയ്തിട്ടുണ്ട്? 120 days. സോ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകുന്നുണ്ടോ? ഇല്ല. സോ ഹീ ഈസ് എ നോൺ റെസിഡൻറ്റ്. നമ്മളവിടെ സെക്കൻഡ് ബേസിക് കണ്ടീഷൻ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. ദെൻ ടോട്ടൽ ഇൻകം അതർ ദാൻ ഫോറിൻ സോഴ്സ് എക്സീഡ്സ് 15 lakh. 15 lakh എക്സീഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ ബേസിക് കണ്ടീഷൻ നോക്കണം. ഏതൊക്കെയായിരുന്നു ആ ബേസിക് കണ്ടീഷൻ? നമുക്ക് നോക്കാം. ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ എന്താണ്? സ്റ്റേ ഇൻ ഇന്ത്യ ഫോർ 182 ഡേയ്സ് ഓർ മോർ ഇൻ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ എത്ര സ്റ്റേ ചെയ്തിട്ടുണ്ട്? 120 days ആണ് സ്റ്റേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകുന്നുണ്ടോ? ഇല്ല. ദെൻ നമുക്ക് സെക്കൻഡ് ബേസിക് കണ്ടീഷൻ നോക്കാം. സ്റ്റേ ഇൻ ഇന്ത്യ ഫോർ 120 ഡേയ്സ് ഓർ മോർ ഇൻ പ്രീവിയസ് ഇയർ. അത് ഓക്കെയാണ് അല്ലേ? പ്രീവിയസ് ഇയറിൽ 120 days നമ്മൾ സ്റ്റേ ചെയ്യുന്നുണ്ട്. ആൻഡ് 365 days ഓർ മോർ ഇൻ 4 years ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ. ഇതിന് മുന്നത്തെ 4 വർഷം എത്ര ദിവസം സ്റ്റേ ചെയ്തിട്ടുണ്ട്? 120 days വെച്ചിട്ടാണ് ആ 4 വർഷത്തിലും നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ളത്. സോ ടോട്ടലി 480 days ആണ് ഇവിടെ വരുന്നത്. സോ സെക്കൻഡ് ബേസിക് കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അയാളൊരു റെസിഡൻ്റ് ആണ്. ഓക്കെ. ഇതിൽ നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട്, ഇഫ് ഹി സാറ്റിസ്ഫൈ സെക്കൻഡ് ബേസിക് കണ്ടീഷൻ ഹി ഈസ് എ റെസിഡൻറ്റ് ആൻഡ് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. നമ്മൾ അഡീഷണൽ കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഈ കേസിൽ ശ്രീനാഥ് എന്തായിരിക്കും? റെസിഡൻറ്റ് ആൻഡ് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ആയിരിക്കും. ഓക്കെ. Now let's move on to illustration 3. Mr. B, a Canadian citizen, comes to India for the first time during the previous year 2019-20. Okay. മിസ്റ്റർ ബി എന്നൊരു കനേഡിയൻ സിറ്റിസൺ ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് വരുന്നത് പ്രീവിയസ് ഇയർ 2019-20 ഓക്കെ. ഡ്യൂറിംഗ് ദ ഫൈനാൻഷ്യൽ ഇയേഴ്സ് 2019-20, 2021, 21-22, 22-23 ആൻഡ് 23-24 he was in India for 55 days, 60 days, 90 days, 150 days ആൻഡ് 70 days. സോ ഈ ഇയേഴ്സിലൊക്കെ ഇന്ത്യയിൽ ഇത്രയും ദിവസമായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. ഡിറ്റർമൈൻ ഹിസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2024-25. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കി നോക്കാം. നമ്മുടെ പ്രീവിയസ് ഇയർ 2023-24 എത്ര ദിവസമായിരുന്നു മിസ്റ്റർ ബി ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്? 70 days. ഓക്കെ. 70 days ആയിരുന്നു മിസ്റ്റർ ബി ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ നമുക്ക് ബേസിക് കണ്ടീഷൻ നോക്കാം. ബേസിക് കണ്ടീഷനിൽ ഫസ്റ്റത്തെ ബേസിക് കണ്ടീഷൻ എന്താ? 182 days ഓർ മോർ ഇൻ പ്രീവിയസ് ഇയറിൽ ഉണ്ടായിരിക്കണം. ഇവിടെ 182 days ഓർ മോർ ഉണ്ടോ? ഇല്ല. സോ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ദെൻ സെക്കൻഡ് ബേസിക് കണ്ടീഷൻ നോക്കാം. 60 days ഓർ മോർ ഇൻ റെലവൻറ്റ് പ്രീവിയസ് ഇയർ. 60 days ഓർ മോർ ഇല്ലേ? 70 days ഉണ്ട്. സോ ഫസ്റ്റ് പാർട്ട് ഈസ് ഓക്കെ. ആൻഡ് 365 days ഓർ മോർ ഇൻ 4 years ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ. ഇതിന് തൊട്ട് മുന്നത്തെ 4 വർഷം എത്ര ദിവസം ഉണ്ടായിരുന്നു? 150 days, 90 days, 60 days ആൻഡ് 55 days. ഓക്കെ. 22-23 150 days ഉണ്ട്. 21-20 90 days ഉണ്ട്. 20-21 60 days ഉണ്ട്. ആൻഡ് ഇൻ 19-20 55 days ഉണ്ട്. ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 355 days ആണ്. ഓക്കെ. അപ്പോൾ ഇത് 365-നേക്കാളും കുറവല്ലേ? സോ സെക്കൻഡ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ എന്താണ്? മിസ്റ്റർ ബി ഒരു നോൺ റെസിഡൻ്റ് ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ബിസിനസ് ഓഫ് എ HUF ഈസ് ട്രാൻസാക്റ്റഡ് ഫ്രം ഓസ്ട്രേലിയ ആൻഡ് ഓൾ ദ പോളിസി ഡിസിഷൻസ് ആർ ടേക്കൺ ദർ. അപ്പോൾ ഒരു HUFൻ്റെ ബിസിനസ് ട്രാൻസാക്ട് ചെയ്യുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. അത് മാത്രമല്ല അതിൻ്റെ എല്ലാ പോളിസി ഡിസിഷൻസും എടുക്കുന്നതും ഓസ്ട്രേലിയയിൽ നിന്നാണ്. മിസ്റ്റർ ഇ, ദ കർത്ത ഓഫ് ദി HUFൻ്റെ കർത്ത ആരാണ്? മിസ്റ്റർ ഇ ആണ്. ഹു വാസ് ബോൺ ഇൻ കൊൽക്കത്ത. അദ്ദേഹം ജനിച്ചിട്ടുള്ളത് കൊൽക്കത്തയിലാണ്. വിസിറ്റ്സ് ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ 2023-24 ആഫ്റ്റർ 15 years. 15 വർഷങ്ങൾക്ക് ശേഷം പ്രീവിയസ് ഇയർ 2023-24 ഇന്ത്യ വിസിറ്റ് ചെയ്യാണ്. ഹി കംസ് ടു ഇന്ത്യ ഓൺ 1 April 2023. ഇന്ത്യയിലേക്ക് വരുന്നത് 1 April 2023 ആൻഡ് ലീവ്സ് ഫോർ ഓസ്ട്രേലിയ ഓൺ 1 December 2023. ഇന്ത്യയിൽ നിന്ന് തിരിച്ചു പോകുന്നത് 1 December 2023 ആണ്. അങ്ങനെയെങ്കിൽ ഡിറ്റർമൈൻ ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് മിസ്റ്റർ ഇ ആൻഡ് HUF ഫോർ അസസ്മെൻറ്റ് ഇയർ 2024-25. മിസ്റ്റർ ഇയുടെയും അതുപോലെ തന്നെ HUFൻ്റെയും റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് നമുക്ക് മിസ്റ്റർ ഇയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കാം.
അപ്പോൾ മിസ്റ്റർ ഇ ഇന്ത്യയിലേക്ക് വരുന്നത് 1 ഏപ്രിൽ 2023 അല്ലേ? അവിടുന്ന് മുതൽ 1 ഡിസംബർ 2023 വരെ ഇന്ത്യയിൽ മിസ്റ്റർ ഇ ഉണ്ട്. സോ ഇതാണ് നമ്മുടെ പീരിയഡ് ഓഫ് സ്റ്റേ. സോ ഈ ഫസ്റ്റ് വന്ന ദിവസവും അതുപോലെ തന്നെ ഡിപ്പാർട്ട് ചെയ്ത ദിവസവും നമ്മൾ ഇന്ത്യയിലായിട്ട് കണക്കാക്കണം. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം മിസ്റ്റർ ഇ ഇന്ത്യയിലുണ്ട്? ഏപ്രിലിൽ 30 days. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആൻഡ് ഇൻ ഡിസംബർ 1 day. ഇത് ഫുൾ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 245 days. നമ്മുടെ ബേസിക് കണ്ടീഷൻ നോക്കുമ്പോൾ നമുക്കറിയാം 182 days ഓർ മോർ ഇന്ത്യയിൽ സ്റ്റേ ചെയ്താൽ എന്താണ്? റെസിഡൻ്റ് ആണ്. ഇവിടെ 182 daysനേക്കാൾ ഇല്ലേ? സോ ഹി ഈസ് എ റെസിഡൻറ്റ്. ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് നമ്മൾ അഡീഷണൽ കണ്ടീഷൻ നോക്കണം. പക്ഷേ ഇവിടെ അഡീഷണൽ കണ്ടീഷൻ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് മിസ്റ്റർ ഇ 15 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. സോ അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പോകുന്നില്ല. സോ സിംപ്ലി നമുക്ക് എന്ത് എഴുതാം? ഹി ഈസ് എ റെസിഡൻറ്റ് ആൻഡ് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ്. നെക്സ്റ്റ് HUFൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കാം. നമ്മൾ എന്താ പഠിച്ചിരുന്നത്? കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഹോളി ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യ ആണെങ്കിൽ റെസിഡൻ്റ് ആണ്. ഹോളി ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ നോൺ റെസിഡൻ്റ് ആണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് HUFൻ്റെ ബിസിനസ് ട്രാൻസാക്ട് ചെയ്യുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. അതുപോലെ തന്നെ എല്ലാ പോളിസി ഡിസിഷൻസും ഓസ്ട്രേലിയയിൽ നിന്നാണ്. സോ ഹോളി ഔട്ട്സൈഡ് ഇന്ത്യ ആണ്. സോ HUF എന്താണ്? ഒരു നോൺ റെസിഡൻ്റ് ആണ്. നമുക്ക് ആൻസർ നോക്കാം. Since the business of the HUF is transacted from Australia and policy decisions are taken there, it is assumed that the control and management is in Australia. Okay. ഈ ഒരു HUFൻ്റെ ബിസിനസ് എല്ലാം ഓസ്ട്രേലിയയിൽ നിന്ന് ട്രാൻസാക്ട് ചെയ്യുന്നതിനാലും അതുപോലെ തന്നെ പോളിസി ഡിസിഷൻസ് അവിടെ നിന്ന് എടുക്കുന്നതിനാലും അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓസ്ട്രേലിയയിലാണ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഈസ് ഹോളി ഔട്ട്സൈഡ് ഇന്ത്യ. ദെർഫോർ ദ HUF ഈസ് എ നോൺ റെസിഡൻറ്റ് ഫോർ ദ പ്രീവിയസ് ഇയർ 2023-24. അപ്പോൾ സെക്ഷൻ 6 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് ഫീൽ ഫ്രീ ടു കമൻറ്റ്. നെക്സ്റ്റ് പാർട്ട് നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാകും. സോ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ടാപ്പ് ഓൺ ദ ബെൽ ഐക്കൺ. ടിൽ ദെൻ ബൈ.